അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് അറിയാം. ഞാൻ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് പോകാം. വിഷ്ണുവിൻ്റെ കല്യാണമായല്ലോ, അപ്പോൾ അതിന് കാര്യമായ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകും. വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. ഞാൻ പറ്റുന്ന പറഞ്ഞ് വീഡിയോയിൽ ആഡ് ചെയ്യാം. ചിലപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് തീരുമായിരിക്കും, അല്ലെങ്കിൽ എല്ലാ വീഡിയോസും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടുക ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞാൻ കാര്യമായ ഒരു സാധനം വാങ്ങാൻ പോവാണ്. അപ്പൊ ഇത് രണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് കല്യാണിലാണ്, കല്യാൺ ജ്വല്ലറിയിലേക്ക്. ആരെല്ലാം പോയിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. അപ്പൊ ജ്വല്ലറിന്നും കൂടി പറഞ്ഞപ്പോൾ എന്തിനാണെന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, കല്യാണം എടുക്കാനായപ്പോൾ എല്ലാവരും എന്തിനാ കാര്യമായിട്ട് ജ്വല്ലറി പോകുന്നത്? ഓർണമെന്റ്സ് എടുക്കാൻ തന്നെ. അതൊരു ചളി ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ പോയിട്ടുള്ളത് ചെക്കിൻ്റെ ടീമായിട്ടും നമ്മൾ പോകണ്ടെങ്കിൽ എന്തായിരിക്കും കാര്യം? അതെ, താലി എടുക്കാൻ തന്നെ. താലി മാത്രമല്ല, ചെയിനും കൂടിയിട്ട്, മാലയും താലീൻ്റെ ലോക്കറ്റും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ കുറേ ഡിസൈൻസും കുറേ ഫാഷനബിൾ ആയിട്ടുള്ള ലോക്കറ്റ്സും ഒക്കെ കണ്ടതിന് ശേഷം നമ്മളിവിടെ കുറച്ച് ചെയിന് ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ന്യൂ താലീൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ കുറേ മോഡൽസ് ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ഒരു ട്രഡീഷണൽ മോഡലായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. ലോങ് ചെയിനിൽ ഒരു ചെറിയ താലി ലോക്കറ്റായിരുന്നു നമ്മളെ മൈൻഡിലുണ്ടായത്. അങ്ങനെ താലിയൊക്കെ ഫൈനൽ ചെയ്ത് ബില്ലിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നതിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് ബാംഗിൾസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കല്യാണിന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും കല്യാണിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ജ്വല്ലറി ഷോപ്പിൽ നിന്ന് ഇനി കല്യാൺ സിൽക്സിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിൽക്സിലേക്ക് പോകേണ്ടതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. കല്യാണ ചെക്കനുള്ള ഡ്രസ്സ് എടുക്കാൻ തന്നെയാട്ടോ പോയത്. കല്യാണത്തിന് ഇടേണ്ടിയും തലേന്ന് ഇടേണ്ടിയും റിസപ്ഷൻ ഇടേണ്ടിയും സൽക്കാരത്തിന് ഇടേണ്ടിയും ഒക്കെ ഒരു നീണ്ട ലിസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെ എടുക്കാനുണ്ട്. അപ്പം അതിനു വേണ്ടി നമ്മളിതാ കല്യാൺ സിൽക്കിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ കല്യാണത്തിൻ്റെ അന്ന് ഇടേണ്ട ഡ്രസ്സ് നോക്കാമെന്ന് വെച്ചു. അവന് ഷർട്ടിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുർത്തയായിരുന്നു നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ കുർത്ത ഗോൾഡൻ കളർ കുർത്തയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് പോയപ്പോൾ തന്നെ നോക്കി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് തന്നെ ആദ്യം ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ നടുക്ക് എൻ്റെ ചോട്ട ഓടി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ എന്നാൽ പിന്നെ ഫസ്റ്റ് തന്നെ ആ കുർത്ത ട്രയൽ ചെയ്യുക, എന്നിട്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള മുണ്ടെടുക്കാമെന്നായിരുന്നു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായത്. അപ്പം ഞാൻ ചർച്ചേൻ്റെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അവനിതാ കുർത്ത ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ ഈ കുർത്ത? എനിക്ക് ഇതാ ഇഷ്ടമായത്. ജുബ്ബാന്നോ കുർത്താന്നോ എന്താ ഇതിന് കറക്റ്റ് പറയാൻ എനിക്കറിയില്ല. എനിക്ക് ഈ സാധനം ഇഷ്ടമായത്. അപ്പം അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള മുണ്ടെടുക്കലാണ് നെക്സ്റ്റ് ഉദ്ദേശം. ഫസ്റ്റ് തന്നെ കല്യാണ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളൊരു കളർ പ്രിഫറൻസ് വെച്ചതുകൊണ്ടും അവനിട്ടപ്പോഴും നന്നായി തോന്നിയ ഒരു കുർത്ത തന്നെ നമ്മൾ ഫൈനൽ ചെയ്തു. ഇനി നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞത് കുറച്ച് കാഷ്വൽസും എടുക്കണം, ഫോർമൽസും എടുക്കണം. പിന്നെ അതായത് തലേന്നിടേണ്ട കല്യാണത്തിനിടേണ്ട നമ്മൾ എടുത്തു കഴിഞ്ഞു. തലേന്നിടേണ്ടതും റിസപ്ഷൻ ഇടേണ്ടതും അതുപോലെ സൽക്കാരത്തിനൊക്കെ പോകുമ്പോൾ ഇടേണ്ടതും പിന്നെ വിരുന്നിനൊക്കെ പോകുമ്പോൾ ഇടാനും കുറച്ച് നല്ല ഡ്രസ്സുകൾ എടുക്കണം. അപ്പം നെക്സ്റ്റ് ഉദ്ദേശം അതാണ്. അപ്പം നമ്മൾ കല്യാണ ഡ്രസ്സ് ഫൈനലായ സ്ഥിതിക്ക് നമ്മളിനി അടുത്തത് അതാണ് നോക്കാൻ പോകുന്നത്. കുറച്ച് ഷർട്ട്സൊക്കെ നമ്മളിവിടെ ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഏതൊക്കെ ഷർട്ട്സാണ് ഇവന് നീറ്റുള്ളതെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. ഷർട്ട്സ് മാത്രമല്ല പാൻസും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഫോർമൽ ലുക്കിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അധിക വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, എന്നാലും കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഏത് ഡ്രസ്സ് അവന് ഏറ്റവും സൂട്ടായെന്ന് പറയണം. ആദ്യം നമ്മൾ ഫോർമൽസ് ടൈപ്പ് തന്നെയായിരുന്നു റിസപ്ഷന് പറഞ്ഞിട്ടുണ്ടായത്. പിന്നെ നമ്മൾ പറഞ്ഞു വേണ്ട ഫോർമൽസ് വേണ്ട, പാർട്ടി വെയർ തന്നെ നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ വൺ ഡേക്ക് ഗേൾസിനെല്ലാം അങ്ങ് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ യൂസാണ്. പക്ഷെ ബോയ്സിനെടുത്ത് അത് വേസ്റ്റ് ആയിട്ട് അത് പെട്ടിയിലോ കബേർഡിലോ കിടക്കുക തന്നെയാണ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ റെൻറ്റിന് എടുത്താലോ എന്ന് വരെയുള്ള പ്ലാനിങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവൻ ഈ ഡ്രസ്സ് ട്രയൽ ചെയ്യുന്ന ടൈം. അപ്പോൾ ഈ ഡ്രസ്സസിൻ്റെ അത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമലിൽ പറയാൻ മറന്നു പോരുത് കേട്ടോ. ചെക്കന് ഏത് ഡ്രസ്സിലാണ് ഏറ്റവും കൂടുതൽ രസമെന്ന് കമലിൽ പറയണേ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഞാനിങ്ങനെ അവിടുത്തെ സെയിൽസ്മാനോട് ഇങ്ങനെ പറയായിരുന്നു, ഇവിടെയൊക്കെ പാർട്ടി വെയറിനൊക്കെ ഭയങ്കര പൈസയല്ലേ എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ അടുത്ത്. കാരണം നമ്മൾ അവൻ്റെ എൻഗേജ്മെൻറ്റിന് എടുത്ത ആ ഷെർവാണി നമ്മൾ കല്യാണത്തിന് എടുത്തിട്ടുണ്ടായത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു. നമ്മളിങ്ങനത്തെ പറയായിരുന്നു, അപ്പോൾ ഇങ്ങനത്തെ ഒരു വൺ ഡേ യൂസിന് അത്രയും എക്സ്പെൻസീവ് വേണ്ട, അതുകൊണ്ട് നമ്മൾ റെൻറ്റേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നതെന്ന്. അപ്പോൾ അവിടുന്ന് സെയിൽസ്മാനായിരുന്നു നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെൻറ്റേക്ക് പോകുമ്പോൾ പെർ ഡേ
5,000 ആണ് മിനിമം ചാർജ് ഉള്ളത്. അപ്പം ഞാൻ അന്വേഷിച്ചായിരുന്നു, അതെ കറക്റ്റാണ്, 5,000 ആണ് മിനിമം ചാർജ് റെൻറ്റേക്ക് പോകുന്നതാണെങ്കിൽ ഡ്രസ്സസിന്. അത് ജെൻസിൻ്റെ ആയാലും ലേഡീസിൻ്റെ ആയാലും. അപ്പം ഞാൻ അവിടെ കണ്ണൂരിലെ ഫേമസ് ആയിട്ടുള്ളൊരു റെൻറ്റ് ഷോപ്പിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ജെൻസിൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പെർ ഡേ 5,000 പറഞ്ഞിട്ടുണ്ടായത്. അത് 24 hours എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാ ഡേ വേണ്ടേ അതിൻ്റെ തലേന്ന് അല്ലെങ്കിൽ അന്ന് രാവിലെ പോയിട്ട് എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതിന് അഡ്വാൻസ് 2,000 സംതിങ് കൊടുക്കുകയും വേണം. എന്നിട്ട് പിന്നെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പേയ്മെൻറ്റ് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായത് കല്യാണിൽ പാർട്ടി വെയർ ഡ്രസ്സസ് സ്റ്റാർട്ടിങ് 4,000 ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക്, ജസ്റ്റ് നോക്കിയിട്ട് ട്രയൽ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ നടുക്ക് നോക്കി ട്രയൽ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ചെറിയ ബഡ്ജറ്റിന്. സത്യം പറഞ്ഞാൽ എൻഗേജ്മെൻറ്റ് ടൈമിൽ നമ്മളിത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കല്യാണം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നു, അവൻ്റെ ആ ഷെർവാണിയൊക്കെ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കിയതിൽ ഇവന് ഇഷ്ടമായിട്ട്, എനിക്ക് കുറച്ച് കളേഴ്സ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബ്ലാക്കിൽ തന്നെ 2-3 മോഡൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു നാവി ബ്ലൂ ആണ് നോക്കിയിട്ടുണ്ടായത്. എനിക്ക് വളരെ ഇഷ്ടമായ ഒരു സാധനം നമ്മൾ ട്രയൽ ചെയ്തതിന് ശേഷം നമ്മൾ അത് തന്നെയാണ് ഫൈനൽ ചെയ്തത്. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും പാർട്ടി വെയറിൻ്റെ ഡ്രസ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയില്ല, നമുക്കത് റിസപ്ഷൻ ലുക്കിൽ കണ്ടാൽ മതി നിങ്ങൾ. ഞാൻ പറഞ്ഞ ബ്ലാക്കിൻ്റെയും നാവി ബ്ലൂവിൻ്റെയും ഒക്കെ വെറൈറ്റിയാണ് ഇവൻ ഈ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തൊരു അടിപൊളി കിഡിലൻ ഡ്രസ്സാണെന്ന് തന്നെ പറയാം കേട്ടോ. നമ്മൾ റെൻറ്റിന് 5,000 കൊടുത്തിട്ട് പെർ ഡേക്ക് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ആ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിൽ തന്നെ ഇതേപോലത്തെ നല്ല ഡ്രസ്സസ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കളർ പ്രിഫറൻസ് വെച്ചിട്ടുണ്ടായത് 2 കളേഴ്സിലായിരുന്നു. ഒന്ന് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് നാവി ബ്ലൂ അല്ലെങ്കിൽ റോയൽ ബ്ലൂ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ റോയൽ ബ്ലൂ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്ലാക്കും നാവി ബ്ലൂ തന്നെയായിരുന്നു അവനെ കൊണ്ട് ഡ്രസ്സ് ഇടിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായത്. അതിൽ ചെറിയ ചെറിയ സ്വീക്വൻസിൻ്റെ അല്ലെങ്കിൽ ഡിസൈൻസിൻ്റെ ഡിഫറൻസ് ഉള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇന്ത്യ വെസ്റ്റേൺ ലുക്കായിട്ടുള്ള ഒരു സൂട്ടും അവനെ കൊണ്ട് ഇടിപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം ഒരേപോലത്തെ ആണല്ലോ എന്ന് തോന്നും, സെയിം ഒരേപോലത്തെയാണ്, പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഈ സൂട്ടുകളിൽ. ഈ ഒരു സൂട്ടൊക്കെ കാണിച്ചു തന്നത് ആ സെയിൽസ്മാനിനൊരു പ്രത്യേക താങ്ക്സ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ഈ വീഡിയോയിലൂടെയും പറയുകയാണ്. കാരണം അവർ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൂട്ട് കാണിച്ചു തന്നുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും നല്ല, എന്താ പറയുക, നമ്മളെ ബഡ്ജറ്റിനുള്ള ഒരു റേറ്റിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള സൂട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമ്മളിതാ കല്യാണം ഇറങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്മോൾ ഷോപ്പിംഗ് വീഡിയോ ആണ്, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ. അതുപോലെ നമ്മൾ വെഡിങ് വീഡിയോസൊക്കെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും ഞാനത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.